CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് തത്സമയം. നിങ്ങൾ ഒരു ഗൗരവമുള്ള ചർച്ചയുടെ ഘട്ടം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് വിധേയതപാട് കുട്ടികൾക്ക് വേറെ പറയാം. ജനവിധിയെ സംബന്ധിച്ച് ആഴത്തിലുള്ള ഉണ്ടാകണമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു പുതിയ കാര്യം പറഞ്ഞിട്ടില്ല. ജനവിധിയെ പറ്റി LDF ആഴത്തിൽ പഠിക്കണം, പഠിച്ചിട്ട് ആവശ്യമായ തിരുത്തൽ നിർത്തണം. അത് തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകും. LDF ആണ് ജനങ്ങളുടെ പക്ഷം. LDFിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റുവാൻ വേണ്ടി ഇടതുപക്ഷം വരുത്തിയിടുന്ന തിരുത്തൽ തീർച്ചയായിട്ടും വരുത്തും. ഞാൻ പറഞ്ഞു ഇനിയില്ലല്ലോ, ഇനിയില്ല. അല്ല, ഇത്രയും കോടികളാകുമ്പോഴത്തേക്ക് ആ മാന്യത അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം. പേരൻസ് ഇവിടെ ചോദിച്ചു, ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇല്ല ഇനിയില്ല, ഇല്ല എല്ലാത്തും ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയില്ല. അഭിമുഖങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? പാർട്ടി കോൺഗ്രസിൽ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ ജനാധിപത്യ ഐക്യം. അതാണ് CPI രാഷ്ട്രീയം. CPIയുടെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുകയാണ് ഇതുവരെ CPI. ഈ തോൽവിയിൽ CPIക്കും പറഞ്ഞല്ലോ, സംശയം എന്ത്? ഞാൻ തന്നെ പറഞ്ഞു, എല്ലാ കുറ്റങ്ങളും CPMനും. CPIക്ക് ഒരു കുറ്റമില്ല. ആ നിലപാട് CPIക്കില്ല. ഈ പരാജയത്തിന്റെ പാഠങ്ങൾ CPIയും CPMും പഠിക്കണമെന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതൊക്കെ നിങ്ങളുടെ കാര്യം, അതൊന്നും എന്റെ കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയേണ്ട കാര്യങ്ങൾ ഞാൻ ഏറ്റവും ഭംഗിയായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലാക്കാത്തത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ വീണ്ടും വായിക്കുക. അവിടെ അവസാനിപ്പിക്കും. കാലാവസ്ഥയെ പറ്റി പറയാം. അതൊക്കെ ഉചിതമായ സമയത്ത് പറയാൻ CPIക്ക് അറിയാമല്ലോ. CPIക്ക് രാഷ്ട്രീയ പക്വതയുണ്ട്. എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചില്ല. CPMന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ യോഗം നടക്കുകയെന്നറിയാം. അതിന്റെ കമ്മ്യൂണിക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ആ കമ്മ്യൂണിക്കെ വരും. ഇന്ന് ഉച്ച കഴിഞ്ഞ് വന്നേക്കാം. ശ്രദ്ധാപൂർവ്വം ഞങ്ങളത് പഠിക്കും. സഹോദര പാർട്ടിയായ CPMന്റെ കമ്മ്യൂണിക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. എല്ലാ ഗൗരവത്തോടും കൂടി ആ കമ്മ്യൂണിക്കെ പഠിക്കും. എനിക്കറിയില്ല. CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ സർക്കാരിനെ പറ്റി പറയുന്നത് എനിക്കറിയില്ല. അത് കമ്മ്യൂണിക്കെ വരട്ടെ. ഇതിനപ്പുറം ഒന്നും പറയില്ല. നോ എന്റെ ഭാഗത്തുനിന്ന് പറയേണ്ട രാഷ്ട്രീയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയമായിട്ട് ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞു. ഇതിനപ്പുറം ഒരു രാഷ്ട്രീയം ഇതിനപ്പുറം രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇല്ല. ആ പ്രസ്താവന വീണ്ടും വായിക്കുക. ഒരു മാധ്യമപ്രവർത്തക സംശയം വേണ്ട. എല്ലാ മാധ്യമപ്രവർത്തകരോടും എല്ലാ കാലത്തും കാണിക്കേണ്ട സ്നേഹം കാണിച്ചിട്ടുണ്ട്, ആദരവ് കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴും കാണിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ശ്രമിക്കേണ്ട. സവർ പ്രധാനപ്പെട്ട വ്യക്തിയുടെ മകനിലേക്ക് ഒരു ആരോപണം ഉയരുമ്പോൾ അത് എത്ര കൊല്ലം നമ്മളത് അറിയും? എത്ര കൊല്ലമായിട്ട് അറിയും? നീ വല്ലതും പറയോ? വല്ലതും പറയൂ നീ? ശരി, ദാറ്റ് ഈസ് ഓവർ. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പറയാനുള്ളതെല്ലാം താൻ പറഞ്ഞു കഴിഞ്ഞു. കൂടുതലായി രാഷ്ട്രീയം പറയാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ തുടർച്ചയായുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. CPIയും CPMും ഈ തെരഞ്ഞെടുപ്പിന്റെ കാരണങ്ങൾ പഠിക്കേണ്ടതാണ്. CPM മാത്രം കുറ്റക്കാർ, CPIക്ക് ഒരു കുറ്റവുമില്ല എന്ന നിലപാട് തനിക്കില്ല. ഇരു പാർട്ടികളും പഠിക്കണം. എന്താണ് CPMന് സംഭവിച്ചത്, സഹോദര പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത് കമ്മ്യൂണിക്കെ വന്ന ശേഷം ഞങ്ങൾ പരിശോധിക്കും. അതിനുശേഷം തങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഗൗരവമുള്ള ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളും CPMനെതിരെ ഉന്നയിച്ചിരുന്നു. കണ്ണൂരിലെ പാർട്ടിക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം വാചാലനായിരുന്നു. അത്തരം വിമർശനങ്ങളെല്ലാം നടത്തിയ ശേഷം ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടുതലായി ഇന്നിനി ഒന്നും പറയാനില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഏതായാലും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് ബിനോയ് വിശ്വം പറയുന്നു. അതിനുശേഷം അദ്ദേഹം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് അദ്ദേഹം അഭിമുഖം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ പുതുതായി പറയാനില്ല എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നതോടുകൂടി മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു. അച്യുതൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. അച്യുതൻ,
ബിനോയ് വിശ്വത്തോട് ആവർത്തിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള വിമർശനങ്ങളിന്മേൽ വ്യക്തതയ്ക്ക് വേണ്ടി മാധ്യമപ്രവർത്തകർ ശ്രമിച്ചപ്പോഴും ബിനോയ് വിശ്വം സ്വീകരിച്ച നിലപാട് പറയാനുള്ള രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞു. പഠിക്കാൻ ഉണ്ട് രണ്ടുപേർക്കും, CPM മാത്രമല്ല CPIക്കും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് കാരണങ്ങൾ എന്താണെന്ന് പഠിക്കാനുണ്ട് എന്നാണല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു മാധ്യമപ്രവർത്തകർ, ഏതൊക്കെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകി? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ താൻ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള ആ ഒരു പ്രസ്താവനയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CPI സെക്രട്ടറി ബിനോയ് വിശ്വം. CPIയുടെ നയങ്ങൾ തീരുമാനം പാർട്ടി കോൺഗ്രസ് ആണ്. അത് മാത്രമല്ല, ഈ അച്യുതമേനോൻ മികച്ച മുഖ്യമന്ത്രിയാണെന്നത് തന്റെ മാത്രമല്ല, അത് ഒട്ടുമിക്ക എല്ലാവരുടെയും അഭിപ്രായം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോശക്കാരനല്ല എന്നുകൂടി അദ്ദേഹം ആവർത്തിക്കുന്നുമുണ്ട്. കണ്ണൂർ വിഷയത്തിലെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. LDF യോഗത്തിൽ അച്യുതൻ, ഒരു മിനിറ്റ്, അദ്ദേഹം വീണ്ടും സംസാരിക്കുകയാണല്ലോ, ഞാൻ ഒന്ന് കേൾക്കാം. പട്ടിണ്ട പാർട്ടി കോൺഗ്രസ് ഡോക്യുമെന്റ് വായിക്കുക. പട്ടിണ്ട പാർട്ടി കോൺഗ്രസ് ഡോക്യുമെന്റ് വായിക്കുക. ഈ BJP വോട്ട് കൊടുക്കുന്നതിന്റെ അപകടമാണ്, തിരിച്ചറിഞ്ഞുള്ള തിരുത്ത നടപടികൾ വേണ്ട. നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, നീ എന്ത് തിരിച്ചു വന്നു? കഥയായാലും നോവലായാലും മൂന്നാട്ടിലെ ഡൽഹിയെ പറ്റി എഴുതിയില്ല, മൂന്നാട്ടും അതുപോലെ ആയാലോ നോക്കാം. ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു MP എന്ന ഒന്നുമില്ല, അല്ല MP എന്നുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ ചാലഞ്ച് ഒന്നുമില്ല. നരേന്ദ്രമോദി ഗവൺമെന്റ് അതായത് ഏറ്റവും വലിയ ചാലഞ്ച്. നമുക്ക് ജനാധിപത്യത്തെ പറ്റി ഒരു പതിപ്പുമില്ല, പരിഗണനയില്ല, ചർച്ചയില്ല. ഇന്ത്യ സസ്പെൻഷൻ 6 കൊല്ലത്തിനടുക്ക് സസ്പെൻഷൻ 3 ഉണ്ടോ പാർലമെന്റ്? നോ ഡിസ്കഷൻ, നോ ഡിബേറ്റ്സ്. പാർലമെന്റ് പാർലമെന്റാണോ? അല്ല, കേരളത്തിൽ CPIഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് BJP വിലയിരുത്തി. അതെങ്ങനെയാണ് കാണുന്നത്? വലിയൊരു രാഷ്ട്രീയം പിന്നെ പറയും. 8, 9, 10 ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും കൗൺസിലും കൂടുന്നുണ്ട്. പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പ്രാഥമികമായി അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? രാഷ്ട്രീയല്ലേ അല്ലേ? ഇത് കണ്ണിനെ കടുക്കുകയും വെളിച്ചം. ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയില്ല എന്ന നിലപാടിൽ ബിനോയ് വിശ്വം ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ ഒരു കടുംപിടുത്തത്തിലാണ്. കാരണം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, രാഷ്ട്രീയം ഇനി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാടിൽ അദ്ദേഹം നിൽക്കുകയാണ്. ഏതായാലും മാധ്യമപ്രവർത്തകർ തുരുതുര അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അച്യുതൻ തുടരുന്നു നമ്മളോടൊപ്പം ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പറയൂ. അച്യുതൻ, പറയൂ. കൃഷ്ണൻ, അത് തന്നെയാണ് രാഷ്ട്രീയ കാര്യങ്ങൾ. അതിലിപ്പോൾ താൻ മറുപടികൾക്കൊന്നും കടക്കുന്നില്ല എന്ന് തന്നെ ഉറച്ച ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അല്പം മുൻപായിരുന്നു ഇമാം ഹസന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞത് CPI ഈ LDF വിട്ട് പുറത്തു വരണം എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ മറുപടി ആ പ്രസ്താവന ചിരിച്ചുകൊണ്ട് തള്ളുന്നു എന്നുള്ളതാണ്. തുടർ ഭരണം ജനങ്ങൾ നൽകിയതാണ്, ജനങ്ങളുടെ പ്രതീക്ഷ കൈവിടില്ല. എന്തായാലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തി തന്നെ മുന്നോട്ട് പോകും. പക്ഷേ അത് ഏത് തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അത് പരിഹരിച്ച ശേഷം അച്യുതന്റെ റിപ്പോർട്ടിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. ഏതായാലും ബിനോയ് വിശ്വം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല. കാരണം രാഷ്ട്രീയം ഇനി ഇപ്പോൾ പറയുന്നില്ല, പറയാനുള്ള കാര്യങ്ങൾ താൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഈ തോൽവിയിൽ നിന്ന് പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിച്ച് പാഠങ്ങൾ പഠിക്കാൻ CPMഉം CPIയും ഒരുപോലെ തയ്യാറാകണം. CPMന്റെ മാത്രം കുഴപ്പങ്ങൾ, CPIക്ക് പ്രശ്നങ്ങളില്ല എന്നൊരു നിലപാട് താൻ സ്വീകരിച്ചിട്ടില്ല. എന്താണ് CPMന്റെ കേന്ദ്ര നേതൃത്വം ഈ പരാജയത്തെക്കുറിച്ച് വിലയിരുത്തുന്നതെന്ന് അറിയാൻ കമ്മ്യൂണിക്ക ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കാര്യം കൂടി തന്റെ പാർട്ടി നേതാക്കൾ സൂക്ഷ്മമായി പഠിക്കും. അതിനുശേഷം വേണ്ട തിരുത്തലുകൾ വരുത്തും. സഹോദര പ്രസ്ഥാനമായ CPMന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം പഠിക്കാനാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്നും ബിനോയ് വിശ്വം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. അതിനപ്പുറമുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. അച്യുതൻ ഞങ്ങളുടെ പ്രതിനിധിയാണ്. ബിനോയ് വിശ്വം അവിടെ മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകാനുണ്ടായിരുന്നു.